ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പലതും നഷ്ടപ്പെട്ടാലും അതിന് കേടുപാടുകൾ സംഭവിച്ചാലും ഒരു വേള ഒരു പരിധിവരെ പലതും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷെ റഹ്മാനായ റബ്ബ് നമുക്ക് ഈ ലോകത്ത് കണക്കാക്കിയ ആയുസ്, അതിൽ നിന്നൊരു ദിവസം, അതിൽ നിന്നൊരാഴ്ച, അതിൽ നിന്നൊരു മാസം, ഒരു വർഷമൊക്കെ നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വല്ലാത്തൊരു സത്യമാണ്. ലോകം ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു സമയത്ത് നാം ഓർക്കേണ്ട വല്ലാത്തൊരു വാക്കുണ്ട്. സാധാരണഗതിയിൽ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ പറയാ വയസ്സ് കൂടിയെന്നാണ്. നമ്മളെ കുട്ടികളെ പറയുമ്പോൾ കുട്ടികൾ വലുതായി എന്നാണ്. അല്ല, വയസ്സ് കൂടിയിട്ടുമില്ല, കുട്ടികൾ വലുതായിട്ടുമില്ല, വയസ്സ് ചുരുങ്ങാണ്. നമ്മൾ അടുക്കുന്നത് ഖബറിലേക്കാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇർതഹലത്തി ദുനിയ വഹിയ മുദ്ബിറ. ദുനിയാവ് യാത്ര തിരിക്കുകയാണ്. എങ്ങനെ? നമ്മിൽ നിന്നും ദുനിയാവ് പിന്തിരിഞ്ഞിങ്ങനെ പോകാനാണ്. എന്നാലോ നമ്മിലേക്ക് വരുന്നത് ആരാണ്? വർതഹലത്തിൽ ആഖിറതു വഹിയ മുഖ്ബില. നമ്മളെന്ന വ്യക്തിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് അത് ആഖിറമാണ്, പരലോകമാണ് എന്ന. പരലോകമാകട്ടെ നമ്മിലേക്ക് ഇങ്ങനെ മുന്നോട്ട് വരുന്നു, ദുനിയാവാകട്ടെ നമ്മിൽ നിന്നും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ദുനിയാവിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുകയാണ്, പരലോകത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആർക്കറിയും, നമ്മളൊക്കെ നമുക്ക് കണക്കാക്കിയ ജീവിതത്തിന്റെ 90% ഒരു പക്ഷെ പൂർത്തിയാക്കിയവരുണ്ടാവാം, 99-ലെത്തിയവരുണ്ടാകാം. ഒന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. 2025 പൂർത്തിയാക്കി 26-ലേക്ക് എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ആഘോഷത്തിന്റെ നിറവുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിടുകയാണ്. എവിടേക്കാണ് ഈ ആഘോഷങ്ങളൊക്കെ? എന്താണ് ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു കൊല്ലം കൊണ്ട് ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ കണക്കാക്കിയൊരു പിന്നെ അവന്റെ ആയുസ്സിൽ ഒരു കൊല്ലം കൂടിയും പിന്നീടെന്ന് പറയുമ്പോൾ അത് ആഘോഷിക്കാനുള്ള വകയല്ല ശരിക്കുള്ളത്. ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. പേടിയാണ് ശരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരു വിശ്വാസി ആ നിലയ്ക്ക് ചിന്തിക്കാൻ കഴിയണം എന്നല്ല. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞൊരു വർഷം ഇങ്ങനെ കഴിയുമ്പോൾ 2025 ഇങ്ങനെ കഴിഞ്ഞു, 2026-ലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഒന്നിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. പല ആളുകളും ഇല്ല. 2025 നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഖബറിലാണ്. പല ആളുകൾക്കും രൂപങ്ങൾ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് നമ്മുടെ ഫോട്ടോ എടുത്ത് നോക്കൂ നിങ്ങൾ, അല്ലേ? വല്ലാത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. 2, 3, 4 കൊല്ലം മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കൂ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇനി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ പല ആളുകളും ഇതാ നിത്യരോഗികളായിരിക്കുന്നു. പലർക്കും പല പ്രയാസങ്ങളും വന്നിരിക്കുന്നു. ഇന്നലെ വരെ ഉഷാറായി നടന്നിരുന്ന പല ആളുകളും ഇന്ന് കിടക്കപ്പായിലാണ് ഉള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഇത് വല്ലാത്തൊരു തിരിച്ചറിവാണ്. അതുകൊണ്ട് നമ്മുടെ കണക്കാക്കപ്പെട്ട നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ല എത്രയാണോ നമുക്ക് കണക്കാക്കിയ ആയുസ്, അതിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നൊരു വർഷമാണ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവപരമായ ചില ചിന്തകൾ ഈ സമയത്ത് നാം നമ്മോട് നടത്തേണ്ട കാര്യമാണ്, അല്ലേ? പല ആളുകളും ഒരു വർഷം പിന്നിടുന്ന സമയത്ത് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? ഒരു വർഷം ഇങ്ങനെ പിന്നിടുമ്പോ എനിക്ക് കഴിഞ്ഞൊരു വർഷം കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു? ചിന്തിക്കാത്ത കച്ചവടക്കാരുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടാവില്ല. എനിക്ക് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടായി, എനിക്ക് എന്തെല്ലാം അഭിവൃദ്ധി ഉണ്ടായി, എന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള എന്റെ പുരോഗതി എത്രയാണ്, എല്ലാം നമ്മൾ കണക്കൂട്ടാറുണ്ട് പൊതുവെ. അത് വേണ്ട എന്നല്ല പറഞ്ഞത്, അത് ഉണ്ടായിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞു. അസ്ലിഹു ദുനിയാക്കും, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ നന്നാക്കിക്കൊള്ളി തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കഴിഞ്ഞൊരു കൊല്ലത്ത് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. വീട് വെക്കണം എന്ന പ്ലാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൗതികപരമായി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നടന്നില്ല എന്ന് പറയുമ്പോഴും ഒരല്പം നിരാശ അവിടെ ഉണ്ടെങ്കിലും പരലോകത്തത് ബാധിക്കും. കഴിഞ്ഞൊരു കൊല്ലം എനിക്ക് കാര്യമായിട്ട് സാമ്പത്തിക വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതിക്കോളി, പരലോകത്തത് ബാധിക്കും. ആലോചിക്കും, വീടെന്ന സ്വപ്നം പൂവണിഞ്ഞിട്ട് ഞാൻ കുറെ പരിശ്രമിച്ചു, പരലോകത്തെ ബാധിക്കോ? ഇല്ല. ദുനിയാവിൽ നേടേണ്ട കാര്യങ്ങൾ നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും അത് നേടാതിരുന്നാലും പരലോകത്ത് നഷ്ടമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നൊന്നും മാറിയിട്ട് ഒരു വിശ്വാസി ദുനിയാവിന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത്, പരലോകത്തേക്കുള്ള ഞാൻ എന്ത് നീക്കിയിരിപ്പ് നടത്തി എന്ന് ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച വിശ്വാസികളെ വിളിച്ചിട്ട് റബ്ബ് പറഞ്ഞ ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഈ യാത്രയിൽ, നിങ്ങൾ പരലോകത്തേക്കുള്ള യാത്രയിൽ എന്താണ് നിങ്ങളുടെ കൈകളിലുള്ള നീക്കിയിരിപ്പ് എന്ന്
ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നാണ്. ഒരു വർഷങ്ങൾ കഴിയുമ്പോഴേ നമ്മളൊന്നും ഇങ്ങോട്ട് മാറി ചിന്തിക്കണം. സഹോദരങ്ങളെ, ഒറ്റൊരു കൊല്ലത്തിന്റെ ഉള്ളില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എന്തെല്ലാം അവസരങ്ങളാണ് നൽകിയത്, എന്തെല്ലാം അവസരങ്ങളാണ് നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ മാത്രമുള്ള വിശുദ്ധ റമളാൻ റഹ്മാനായ റബ്ബ് നമുക്ക് കഴിഞ്ഞ കൊല്ലം നൽകി, അല്ലേ? ആയുസ്സുണ്ടായിരുന്നു നമുക്ക്. അതിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ ശരിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരത്തേക്ക് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനത്തെ ഒരുപാട് നോമ്പുകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. സുന്നത്ത് നോമ്പുകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പിറവിയെടുത്തവനെ പോലെ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഹജ്ജിനുള്ള അവസരം കഴിഞ്ഞൊരു വർഷം നമുക്ക് നൽകി. ആരോഗ്യമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും അതിന്റെ അവസരങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചോ? നമുക്കതിന് കഴിഞ്ഞു. ഇനി സമ്പത്തില്ലാത്തവരോട് സമ്പത്തുള്ളവരെ മാറ്റി നിർത്താം. സമ്പത്തില്ലാത്ത പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ചുരുങ്ങിയത് 5 ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾക്കുള്ള അവസരം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയില്ലേ? അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഒരു നേരം വീട്ടിൽ നിന്നും എവിടെ നിന്നാണെങ്കിലും വുളു എടുത്ത് വൃത്തിയായി പള്ളിയിലേക്ക് നടന്നു വന്ന ജമാഅത്ത് കൃത്യമായി കൊണ്ട് ഖുശൂഅോടുകൂടെ നിസ്കരിച്ച് പോകുന്ന ഒരു മനുഷ്യർക്ക് ഒരു ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞ എത്ര അവസരങ്ങൾ ജമാഅത്തിലൂടെ നമുക്ക് കഴിഞ്ഞു പോയി. നമുക്ക് എത്ര കണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലേ? ഒരു അക്ഷരത്തിന് 10 കൂലി എന്ന് നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിലുണ്ട്, അല്ലെ? എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞൊരു കൊല്ലത്തെ ലിസ്റ്റ് മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ മുഖേന ഒരാളൊരു നന്മ തുടങ്ങിയാൽ നമ്മളെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോഴും ആ നന്മ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട ദഅ്വ രംഗത്തുള്ള എത്ര അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ മുഖേന എത്ര പേർക്ക് അള്ളാഹുവിന്റെ ദീന് കൈമാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞൊരു കൊല്ലം റബ്ബ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകിയില്ലേ? എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ക്ഷണിച്ച ഒരു ആൾ ഈ ഖുത്ബ കേൾക്കാൻ ഇവിടെ ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? സുഹൃത്തുക്കളെ, നമ്മളിതൊക്കെ കേട്ടുപോകുന്നതിനപ്പുറത്ത് എന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ കാരണം ഇപ്പോൾ ആ ഖുത്ബ കേട്ട് തുടങ്ങിയ ഒരാളുണ്ട് എന്റെ കൂടെ, കഴിഞ്ഞ കൊല്ലത്തിന്റെ സമ്പാദ്യമാണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നമ്മൾ സ്റ്റാറ്റസ് ഇട്ടു പലതും നമ്മൾ ഫോർവേഡ് ചെയ്തു. അതിൽ അള്ളാഹുവിന്റെ ദീന് ഏറ്റെടുക്കപ്പെട്ട എത്ര അവസരങ്ങൾ ഉണ്ടാകും. ദഅ്വാരംഗത്ത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ചെറിയ പാപങ്ങളൊക്കെ കരിച്ചു കളയുന്ന ഒരുപാട് പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവസരങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നു. എത്ര കണ്ട് ചെയ്യാൻ, ചൊല്ലാൻ, പറയാൻ, റബ്ബിനോട് ഇരക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. പറയത്തക്ക രൂപത്തിൽ ഒരു പ്രയാസം അനുഭവിക്കാത്തവരാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നമ്മളാരും ഇന്ന് ഒരു ഡയാലിസിസ് മെഷീന്റെ അടിയിൽ നിന്ന് ഖുത്ബയുടെ സമയത്ത് വന്നവരല്ല പ്രിയപ്പെട്ടവരെ. അല്ല, ഓടിച്ചാടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ആരോഗ്യം ആഫിയത്ത് നിലനിർത്തിരുമാറാകട്ടെ. പക്ഷെ അതൊക്കെ കിട്ടിയ ഒരു വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നന്മയുടെ നീക്കിരിപ്പിനെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നാണ്. ചിലപ്പോ നേടിയ നന്മകളെല്ലാം തകർത്ത് കളയുന്ന തിന്മകളും കൂട്ടിരിപ്പുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് മുന്നോട്ടുള്ള യാത്രയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. എന്റെ വാക്കുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടോ? ഞാൻ കാരണം ആരുടെയെങ്കിലും കണ്ണീര് വന്നിട്ടുണ്ടോ? ഞാൻ കാരണം ആരുടെയെങ്കിലും സ്വൈര്യം കെട്ടിട്ടുണ്ടോ? ഞാൻ കാരണം ഏതെങ്കിലും ബന്ധങ്ങൾക്ക് വിച്ഛേദനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഒലച്ചലുകൾ തട്ടിയിട്ടുണ്ടോ? നമീമത്തും ഗീബത്തും ഞാൻ കാരണം ആ നിലക്ക് മുന്നോട്ട് പോയിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിച്ചോളിയും. രഹസ്യ ജീവിതത്തിൽ കാലുകൾ ഇടറിയിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. വന്നുപോയ തെറ്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. അപ്പോഴേ ഉള്ളിൽ നിന്ന് തൗബ ഉണ്ടാകുള്ളൂ. സഹോദരങ്ങളെ, ഒരു വെളിപ്പാടകൽ വിശുദ്ധ റമളാൻ നമ്മളെ കാത്തിരിക്കണം. ആർക്കൊക്കെ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളൊന്നിങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടേ കിട്ടിയ അവസരത്തെ ഏത് നിലക്ക് ഉപയോഗപ്പെടുത്തി എന്ന് ചിന്തിച്ച് വന്നുപോകുന്ന തിന്മകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ടും ഒന്ന് കഴുകിക്കളയാനുള്ള അവസരം അത് ഇനിയും നമ്മൾ തുടരണമെന്നാ പറയാനുള്ളത്. വന്നുപോയ തെറ്റുകൾ കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധമായ ഹൃദയത്തിന് ഉടമകളായിക്കൊണ്ട് വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്നിങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരു തൃപ്തികരമാണോ ഇല്ലയോ നമ്മൾ നല്ലോണം ആലോചിക്കണം. തൃപ്തികരമല്ല എങ്കിൽ പ്രശ്നം എന്ന് പറയാം. നമ്മൾ വീഴ്ച വരുത്തിയ അമലുകളെ കുറിച്ച് ഓരോ മനുഷ്യന്മാരും വിലപിച്ചു പോകുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ ആണയിട്ട് ഇങ്ങനെ അക്കമിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്.
അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താത്ത ജീവിതം നയിച്ചൊരു മനുഷ്യൻ വിലപിച്ചു പോകുന്ന, നഷ്ടപ്പെടുത്തിയ അവസരങ്ങളൊന്ന് തിരിച്ചു കിട്ടുമോ എന്ന് കെഞ്ചി ചോദിക്കുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒന്നേ കാര്യങ്ങളെ, ഒന്ന് പ്രിയപ്പെട്ടവരെ മരിക്കണ സമയമാണ്. മരിക്കണ സമയം റഹ്മാനായ റബ്ബ് പറയാ, ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത് ഖാല റബ്ബി ഇർജിഊൻ. അല്ലാഹ് പറയാ, അവരിലേക്ക് മരണം ഇങ്ങനെ ആസന്നനാകുമ്പോ അവര് പറയുന്നതാണ്, പടച്ചോനെ ഒന്ന് മടക്കി തരുമെന്ന്. എന്തിനാ മടങ്ങണത്? എന്തിനാണ് മടക്കി തരുന്നത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും അറിവുണ്ടായിട്ടും ഉപേക്ഷ വരുത്തിയ ഒരുപാട് നന്മകളുണ്ട് റബ്ബേ, അതൊന്ന് തിരിച്ചു പിടിക്കാനാ. റബ്ബിന് മറുപടി എന്താ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വർത്താനാണ്. അതൊരു വെറും വർത്തന, പാഴ്വേലയാണ് ആ സംസാരം. അപ്പൊ ഒന്ന് മരിക്കണ സമയത്താ സുഹൃത്തുക്കളെ. രണ്ട്, മയ്യത്തും കട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ആളുകളുടെ തോളത്ത് കടന്നിട്ടൊരു മനുഷ്യൻ വിലപിക്കുന്ന നമ്മളാരിത് കേട്ടിട്ടില്ല. അവസരങ്ങൾ കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്തൊരു മനുഷ്യൻ ചോദിക്കും, യാ വൈലഹ അല്ലദീന യദ്ഹബൂന ബിഹാ. ഞാൻ എന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? എന്റെ നാശമേ എന്നവർ വിലപിക്കുമെന്നാണ്. മൂന്നാമത്തെ എവിടെ നിന്നറിയോ? പരലോകത്ത് ശിക്ഷകൾ ഇങ്ങനെ കാണുമ്പോഴാണ്. റഹ്മാനായ റബ്ബ് പറയാ, അവരിലേക്ക് അതാ ശിക്ഷ വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നബിയെ അവർക്ക് താക്കീത് നൽകണമെന്നാണ് അവർ പറയുന്നതാണ്. ചില ആളുകൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ ആളുകൾ അതാ പറയാം, റബ്ബനാ അഖിർനാ ഇലാ അജ്ലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരു നാഴിക നേരത്തേക്ക് ഞങ്ങളെ ഒന്ന് നീ അകറ്റണമേ. ഒരു നാഴിക നേരത്തേക്ക് ഇതിൽ നിന്നൊന്ന് ഞങ്ങളെ പിന്തിക്കുമോ? ഈ ശിക്ഷയുടെ കാഠിന്യം ഇത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. വിലപിച്ചു പോകുന്നതാണ്. അപ്പോഴും അവർ പറഞ്ഞ കാര്യം എന്താ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാന്നാണ്. സുഹൃത്തുക്കളെ, വിലപിക്കുകയാണ്. മറ്റൊന്നെപ്പോഴാണെന്നറിയോ? നരകം കാണുമ്പോഴാണ്. നരകം ഇങ്ങനെ കാണുമ്പോ അവര് പറയാണ്, ആ നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടുകയാണ് അവരിലേക്ക്. അപ്പോഴാണ് ഇതിന് ഇത്രയേറെ തീക്ഷ്ണതയുണ്ടെന്ന് അവർ കാണുന്നത്, അറിയണത്. അതുവരെ ഖുത്ബയിൽ പലതും കേട്ടു, ക്ലാസ്സുകളിൽ പലതും കേട്ടു, അല്ലേ? ആ നിലക്ക് പലതും കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കാണാണ്. ഇപ്പോൾ നിലവിൽ രണ്ട് കണ്ണുകളെ കൊണ്ടും നരകത്തിന്റെ ഭയാനതകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അമലുകൾക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താത്ത ഏതൊരു മനുഷ്യനും പറയുന്ന വാക്ക് റഹ്മാനായ റബ്ബ് പറയാ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. റബ്ബ് പറയാ, എന്താ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നത്, പടച്ചോനെ, ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ഈ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യപ്പെട്ട വിഭവങ്ങൾ ഒരുക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്നാണ്. അല്ലാഹ് പറയാണ്, അന്നത്തെ ദിവസം റഹ്മാനായ റബ്ബ് ശിക്ഷിക്കുന്ന പോലെ ശിക്ഷിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ശക്തമായ ശിക്ഷയാണ് ആ മനുഷ്യനെ കാത്തിരിക്കുന്നതാണ്. കരഞ്ഞതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. മറ്റൊന്ന്, നരകശിക്ഷ അനുഭവിക്കുമ്പോഴാണ്. ഇപ്പൊ പറഞ്ഞത് നരകം ഇങ്ങനെ കാണുമ്പോഴാണ് ഈ അലർച്ച. സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ അപ്പൊ വീണ്ടും റഹ്മാനായ റബ്ബ് പറയും, വഹും യസ്തരിഖൂന ഫീഹാ, അവരതാ അതിൽ കടന്ന് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഞങ്ങളൊന്ന് നീ പുറത്തേക്ക് കൊണ്ടുവരോ. എന്തിനാ സുഹൃത്തുക്കളെ? ബാക്കി വെച്ച ദുനിയാവിൽ ബാക്കി വെച്ച് എന്തെങ്കിലും പൂർത്തീകരിക്കാനാണോ? അല്ല എന്നാണ്. അല്ല, എന്താണ് ആവശ്യം? ഞങ്ങൾ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളൊന്നും ചെയ്യാത്ത അവസരങ്ങൾ കിട്ടിയിട്ടും തൊലച്ചു കളഞ്ഞ ആ നന്മകളൊക്കെ ഒന്ന് പോയി ചെയ്തു വരട്ടെ എന്നാണ്. ഞങ്ങൾ നോക്കുകുത്തികളാക്കി വെച്ച വിശുദ്ധ ഖുർആൻ ഞങ്ങളൊന്നെടുത്ത് വായിക്കട്ടെ എന്നാണ്. ജമാഅത്തിന് അവസരങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് പള്ളി എന്ന സൗകര്യം തന്നിട്ടും അതൊന്നും ഞങ്ങൾ വേണ്ട പോലെ ഗൗനിച്ചില്ല റബ്ബേ. സുബഹിന്റെ ജമാഅത്തിന് എത്തിയിട്ടില്ല റബ്ബേ. ആ സുബഹിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുമ്പോൾ ഒന്ന് പോയി നിസ്കരിക്കാൻ ഇതാ ഞങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. അവസരം തരുമോ എന്നാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മീസാനിൽ കനം തൂങ്ങുന്ന ഒട്ടനേകം അമലുകൾ സമ്പാദിച്ചു വരാൻ ഞങ്ങൾ ഒന്ന് വിട്ടയക്കുമോ?
ഉണ്ടാകുമോ? റഹ്മാനായ റബ്ബ് പറയാ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആലോചിക്കാൻ മാത്രമുള്ള സമയം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ? ഫദൂഖൂ ഫമാലിൽ ളാലിമീന മിൻ നസീർ. അതുകൊണ്ട് ഇനി ആസ്വദിക്കൂ. നരകത്തിലെ ശിക്ഷ ആസ്വദിക്കുന്നതാണ് സുഹൃത്തുക്കളെ. എന്താ അങ്ങ് അനുഭവിച്ചോന്നല്ല പറഞ്ഞു, ആസ്വദിച്ചോന്ന് പറഞ്ഞു. ആ വാക്കിൽ പോലും ആ മനുഷ്യനോട് മാനസികമായിക്കൊണ്ട് വേദനയാണ് പടച്ചുണ്ടാക്കുന്നത്. നല്ലോണം നമ്മൾ ആലോചിക്കണം. പരലോകം ബോധ്യപ്പെടാൻ വല്ലാത്ത ആയത്തിന്റെ ഒന്നും ആവശ്യം നമുക്ക് ആർക്കലുണ്ടോ? പരലോകം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ നമുക്ക് ആർക്കലും അതിന് തെളിവ് വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ലല്ലോ. നരകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ നമ്മൾ, സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും കിനാവ് കാണുന്നവരുമാണ് പ്രിയമുള്ളവരെ നമ്മൾ. എങ്കിൽ ഈ ആയത്തുകളൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് വിശ്വാസമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലോണം ആലോചിക്കുന്നവരാണ്. ആയുസ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലേ അതൊരു വെറുതെ തന്നതല്ല. എന്താ എന്റെ പണി? രാവിലെ എണീക്കുക, എന്നിട്ടോ ജോലി തന്നെ. എപ്പോഴാ? അന്തിക്ക് വരും, എന്നിട്ടോ പിന്നെയും ജോലിയുടെ ടെൻഷൻ തന്നെ, വേറൊന്നുമില്ല. ഉറങ്ങണതും ഉണ്ണണതും എല്ലാം ഭൗതികക്ക് വേണ്ടി മാത്രം. അവന്റെ മൈൻഡിൽ ഒറ്റ അജണ്ടയുള്ള ദുനിയാവ്. ദുനിയാവ് നേടണം, ദുനിയാവ് ആസ്വദിക്കണം, അതിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അതിനപ്പുറത്ത് അത് വരുമ്പോഴല്ലേ എന്നാണ്. അത് വരുമ്പോഴുള്ള കഥയാണ് ഈ പറയണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിനെ മറക്കാതെ തന്നെ പരലോകത്തിന് വേണ്ടി കാര്യമായി കൊണ്ടൊരുക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട ആളുകളിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വളരെ സിമ്പിളായി പറഞ്ഞു, ജീവിതത്തിൽ നീ എങ്ങനെ കാണണം, ആയുസ്സിനെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഹദീസ്, അഞ്ച് കാര്യങ്ങൾ നിനക്ക് വരാനുണ്ടേ. 5 കാര്യങ്ങൾ പൊടുന്നനെ നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്നും നനക്കാത്ത സമയത്ത് വരും. അതിനു മുൻപ് 5 കാര്യം ഉപയോഗപ്പെടുത്തിക്കൊന്നാണ്. ഒന്ന്, ശബാബക ഖബല ഹറമിക. നിനക്ക് നല്ലൊരു യുവത്വം ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. മനസ്സിച്ചിക്കുന്നിടത്തേക്ക് ശരീരത്തെ പറിച്ചു നടാൻ കഴിയുന്ന, എന്തിനും ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരു കാലം യുവത്വമാണ്. സുജൂദിൽ കടക്കുമ്പോഴും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. പിന്നീട് വെച്ചോളന്നുണ്ടാവില്ല. പിന്നെ കുറെ നേരം നിസ്കരിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ശരീരം ഓരോ സിഗ്നൽ തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കിട്ടിയ യുവത്വത്തെ നന്നായി ഉപയോഗിച്ചോ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാ. നാളെ പരലോകത്തെ ആയുസ്സിനെ മൊത്തത്തിലും യുവത്വത്തെ പ്രത്യേകിച്ചും ചോദ്യമുണ്ട്. യുവത്വത്തെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയനോ അർശിന്റെ തണലുമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട റൂട്ടിൽ ജീവിച്ചൊരു യുവാവിന് റഹ്മാനായ റബ്ബ് കരുതി വെച്ച സമ്മാനം അർശിന്റെ തണലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വസിഹ്ഹതക ഖബല സഖമിക. രോഗം വരാണ്ടെന്നാണ്. അത് അധികമൊന്നുമില്ല സുഹൃത്തുക്കളെ, ഒറ്റ മെഡിക്കൽ റിപ്പോർട്ടേ വരണ്ടുള്ളൂ. എത്ര മനുഷ്യന്മാരാണ് പൊടുന്നനെ നിത്യരോഗികളായി മാറിയത്. രാത്രി കിടക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഭാഗം കഴിഞ്ഞു, ഒരു ഭാഗം കുഴഞ്ഞു. അള്ളാഹു ആ നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഇതൊക്കെ പാഠങ്ങളല്ലേ സുഹൃത്തുക്കളെ, ഇതൊക്കെ പാഠങ്ങളല്ലേ അല്ലേ? എത്ര പെട്ടെന്നാണ് രോഗിയായിക്കൊണ്ട് മാറുന്നത്. എന്തും നഷ്ടപ്പെടാം. അതിന് പ്രായത്തിന് കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചുറുചുറുക്കുള്ള പ്രായം എല്ലാറ്റിനും പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തൊരു ആക്സിഡന്റ് സംഭവിക്കുക. കഴിഞ്ഞു. എന്താണ് റഹ്മാനായ റബ്ബ് എപ്പോഴാ തിരിച്ചെടുക്കാന്ന് പറയാൻ പറ്റൂല സുഹൃത്തുക്കളെ. ഒന്ന് വീണാൽ മതിയാകും. നഊദുബില്ലാ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ പലരും വെന്റിലേറ്ററുകളിലാണ്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിൽ കടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർ എത്ര തവണ നമ്മൾ കണ്ടു പ്രിയമുള്ളവരെ. എന്തെങ്കിലും മാറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ പടച്ചോനെ, ഈ ഇതേപോലത്തെ ഒരവസ്ഥ എനിക്ക് വന്നാൽ എന്റെ അവസ്ഥ എന്തെന്നൊന്ന് ചോദിച്ച് ഉള്ളിടത്തുനിന്ന് ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെന്താ പറഞ്ഞ്, നിനക്കൊരു ദാരിദ്ര്യം വരാനുണ്ട് എന്നാണ്. ഇപ്പൊ കിട്ടിയത് തന്നെയതല്ലേ? ഇപ്പൊ കിട്ടിയൊരു ശമ്പളം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഇതൊന്നും കാലാകാലം നമ്മളെ കൂടെ ഉണ്ടെന്ന് ആരും വിചാരിക്കണ്ട. എന്ത് ടിസ്റ്റുകളും ജീവിതത്തിൽ സംഭവിക്കാം. നമുക്കെന്നെ വരണമെന്നില്ല. നമ്മൾ പോറ്റേണ്ട ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ പോരെ. ചെറിയൊരു മാരക രോഗം വന്ന കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? സ്വസ്ഥത അസ്തമിച്ചില്ലേ? സമാധാനം അസ്തമിച്ചില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? സമ്പത്ത് ഒരു നിലക്ക് നിങ്ങൾ തുടങ്ങൂലേ അല്ലേ? ഇപ്പോഴുള്ള അവസ്ഥ പടച്ചവനക്ക് മാറ്റം അധികം ആവശ്യമൊന്നുമില്ല. എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ 10,000 കോടികൾ ആസ്തിയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിന് വിചാരിച്ചാൽ ഒരു സുപ്രഭാതം കൊണ്ട് 10 പൈസക്ക് വരല്ലാത്തവനാക്കി മാറ്റാൻ പറ്റും. ആ ബോധം എന്താണെന്നുള്ളതാണ്.
അതുകൊണ്ട് കിട്ടിയ മുതൽ തിരിച്ചെടുക്കപ്പെടുന്നതിന് മുൻപ് റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സ്വർഗം പണിത് തീർക്കാൻ നമുക്ക് കഴിയണം, അല്ലെ? സ്വർഗം പണിയാൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയണം. അപ്പൊ ഈ മിമ്പറിൽ നിന്ന് തന്നെ എത്ര തവണ എത്ര പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു, സ്ഥലെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. സുഹൃത്തുക്കളെ, കൊടുത്തവർക്ക് സന്തോഷിക്കാം, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവസരം കിട്ടിയിട്ടും തുലച്ചിട്ടുണ്ടോ? ഒരു 10 രൂപ കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടും കൊടുക്കാത്തവർ, പ്രിയപ്പെട്ടവരെ, ആ പള്ളികൾ ഉയർന്നിരിക്കുന്നു, അവിടെ സുജൂദുകളും റുകൂകളും വീണുകൊണ്ടിരിക്കുന്നു. ആർക്ക് കിട്ടും? അന്ന് സഹകരിച്ച് എനിക്ക് കിട്ടും, അവസരത്തെ ഉപയോഗപ്പെടുത്തി എനിക്ക് കിട്ടും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതാണ് പറഞ്ഞത്. ഇനി ചിലപ്പോ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. അതുകൊണ്ട് കിട്ടിയ മുതലേ നമ്മൾ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്ന അപ്പുറത്ത് പരലോകത്തേക്ക് പടച്ചോനക്ക് ദുനിയാവിൽ തന്ന എല്ലാറ്റിനും ഒരു പരലോകത്തിന് ആഗ്രഹിച്ചോ എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പറയാണ്. സുഹൃത്തുക്കളെ, കിട്ടിയ ഒഴിവ് സമയം അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. നിന്റെ ജീവിതം പൊടുന്നനെ നിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മരണമാകുന്ന അതിഥി വരുന്നതിന് മുൻപ് കിട്ടിയ ജീവിതത്തെ ഒന്ന് വളരെ ഉഷാറായി കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. അതിന് ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്, ഓരോ ദിനവും പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യാ ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാം ഫഇദാ ദഹബ യൗമുക ദഹബ ബഅദുക. നീ കേവലം ദിവസങ്ങൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. ഒരു ദിവസം നിന്നിൽ നിന്ന് പോയാൽ നിന്റെ ചിലത് പോയി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഓരോ ദിവസവും നിന്നിലേക്ക് വരുന്ന ഒരു അതിഥിയാണെന്നാണ്. ഒരു അതിഥി വരുമ്പോൾ അതിഥിയെ ആദരിക്കേണ്ട സുഹൃത്തുക്കളെ, അതിഥിയെ തൃപ്തിപ്പെടുത്തലല്ലേ നമ്മൾ പറഞ്ഞേക്കേണ്ടത് എന്നതുപോലെ ഓരോ ദിവസവും നിന്നിലേക്ക് രാവിലെ എത്തുന്ന അതിഥിയാണ്. ഒരു ദിവസം ഇങ്ങനെ പടിയിറങ്ങി പോകുമ്പോൾ ആ ദിവസമാകുന്ന അതിഥിയെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കാൻ കഴിയണമെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മരണവേളയിൽ കിടക്കുന്ന സ്വഹാബാക്കൾ കരയാണ്. എന്താ കരച്ചിലിന്റെ കാരണം എന്നറിയോ? മരണവേളയിൽ കിടക്കുന്ന സ്വഹാബാക്കൾ പലരും കരഞ്ഞു. അവരിൽ പലതും പറഞ്ഞു, ഇന്നമാ അബ്കി അലാ അയ്യസൂമ സ്വായിമൂന ലില്ലാഹി വലസ്തു ഫീഹിം. ഞാൻ കരണം എന്താണെന്നറിയോ? ഞാൻ ഇന്ന് മരിച്ചാലും നാളെ ഇനിയും റമദാനുകൾ വരും, എന്റെ പ്രിയപ്പെട്ടവർ നോമ്പ് നോൽക്കും, പക്ഷെ ഞാൻ അവരിൽ ഉണ്ടാകില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ സ്വതക്ക കൊടുക്കും, അവർക്ക് അതിൽ അവസരം കിട്ടും, പക്ഷെ ഞാൻ അതിൽ ഉണ്ടാകില്ലല്ലോ എന്നാണ്. അവർ നമസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ ഞാൻ അവരിൽ ഉണ്ടാകില്ലല്ലോ എന്നാണ്. സുഹൃത്തുക്കളെ, എമ്പാടും ചെയ്തിട്ടും ആ നിലക്കാണ് അവരൊക്കെ ചിന്തിച്ചത്. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബിൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കണം. സുഹൃത്തുക്കളെ, ആയുസ് ധന്യമാക്കണം എന്ന് പറയുമ്പോൾ ആർക്കാണത് കഴിയുക? നല്ലൊരു പ്ലാനിങ് ഉണ്ടാകണം, നല്ലൊരു പ്ലാനിങ്. ഇന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാകണം. നീക്കുമ്പോ കാണാം, എപ്പോഴാ നീക്കുക? അത് ഉണരുമ്പോ നീക്കുക അല്ല നമ്മുടെ എല്ലാ പൂജ്യം കഴിഞ്ഞാൽ നമ്മൾ നീക്കുക. എണീക്കാൻ നമുക്കൊരു സമയമുണ്ട്, ഇല്ലേ? എണീക്കാൻ നമുക്കൊരു സമയം, പ്ലാനിങ് വേണമെന്നാണ്. പ്ലാൻ ചെയ്തവരെ സുഹൃത്തുക്കൾ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ, അല്ലെ? ഇപ്പൊ കച്ചവടക്കാരൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. ഒരു പ്ലാൻ ഇല്ലാതെ കയ്യും വീശി നടന്നിട്ടാണ് നമ്മൾ കച്ചവടത്തിൽ ഇവിടെ വരെ എത്തിയത്, അല്ലല്ലോ. എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടൊക്കെ, ഏത് തോതിൽ, ആരിൽ നിന്ന്, എപ്പോൾ, എങ്ങനെ, എല്ലാം പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് ഒരു വിജയത്തിലേക്ക് എത്തുക. നിലാമു അസാസു നജാഹ് എന്ന സാധനം പറയാറുണ്ട്. ഒരു സിസ്റ്റം ഉണ്ടെങ്കിലേ വിജയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മൂല്യവത്തായത് നമ്മുടെ ആയുസ്സാണ്. അള്ളാന്റെ റസൂൽ പറയാ, അയ്യുൻ നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാ? അള്ളാന്റെ റസൂൽ മറുപടി എന്താണെന്നറിയോ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആർക്കാണോ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് പടച്ചു കൊടുക്കുന്നത്, അത് നിർത്തിയില്ല. വഹസുന അമലുഹു, അതിനനുസരിച്ച്, ഏതിനനുസരിച്ച്? ഒരു ദിവസമാണോ നമ്മൾ ഏറെ ജീവിക്കുന്നത്, അതിനനുസരിച്ചുള്ള വർധനവ് അമലിന്റെ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ്. അത് ആർക്കാ ചെയ്യാൻ കഴിയുക? ഒരു ദിവസത്തിന്റെ വില മനസ്സിലാക്കി എനിക്ക് കഴിയുള്ളൂ. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ട മനസ്സിനുള്ളിൽ ഖേദമുണ്ടാണ് സുഹൃത്തുക്കളെ. ഒരു ഹജ്ജാണ് പോയത്, ഒരു ഹജ്ജിന്റെ കൂലിയാണ് നഷ്ടപ്പെട്ടത്. ആ പേടിയും ബേജാറും നമുക്ക് വേണം. ആ നഷ്ടബോധം ഉണ്ടാകണം. ഒരു 500 രൂപ നഷ്ടപ്പെട്ടപ്പോ എത്ര ടെൻഷൻ അടിച്ചു നമ്മള്. ഒരു പേഴ്സ് വീണ് പോയപ്പോ എത്ര പ്രയാസപ്പെട്ടു നമ്മള്. ഒരു ജമാഅത്തിന്റെ അവസരം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു കൂസലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്ന് അർത്ഥം. അത് ഉണ്ടാകരുന്ന പറയണം. അതുകൊണ്ട് എന്തറിയോ, നല്ല പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാത്ത വിശ്വാസിയുടെ ജീവിതം എന്ത് ജീവിത സുഹൃത്തുക്കൾ? ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക?
അദ്കാർ സ്വഭാവ മസാവൊക്കെ നമ്മൾ തീരുമാനിക്കണം. ജമാഅത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ കാത്തിരിക്കുന്ന സ്വർഗ്ഗത്തിലെ വീടാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്തായാലും നമ്മൾ ജമാഅത്തിന് വന്നില്ലേ? അതിൽ ഒന്ന് സമയം ക്രമീകരിച്ചാൽ കുറച്ച് നേരത്തെ എത്തിയാൽ മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ നമ്മൾ കണ്ടാൽ അതിന് ശേഷമുള്ള കിട്ടും. ഇത് നമുക്കുള്ളതാണ്, ആരും കൊണ്ടുപോകില്ല. റവാത്തിബ് ശ്രദ്ധിക്കാന്നല്ല പറയാനുള്ളൂ. വിശുദ്ധ ഖുർആനായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിക്കോട്ടെ. അതിന്റെ പാരായണവും അത് പഠിപ്പിക്കപ്പെടുന്ന QHLS സെൻട്രൽ ക്ലാസ് ഉണ്ട് എന്ന് എല്ലാ ജുമയ്ക്കും നമ്മൾ കേൾക്കണില്ലേ? നമുക്ക് എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ പോകണം എന്നുള്ളത്? എത്ര ആൾ പങ്കെടുക്കുന്നുണ്ട്? ആത്മാർത്ഥമായി ചിന്തിച്ചോളിയും, ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളിയും സുഹൃത്തുക്കളെ. ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണമെന്ന് പറയാനുള്ളൂ. പിന്നെ എന്താ അറിയോ, ബന്ധങ്ങൾ പവിത്രമാക്കി കൊണ്ട് നടക്കണമെന്നാണ്. ഈ മുന്നോട്ട് പോക്കിലെ ബന്ധങ്ങൾക്കൊക്കെ നമ്മൾ കാരണം എന്തെങ്കിലും ഒലച്ച് സംഭവിച്ചതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ കൂട്ടി ഇണക്കാനുള്ള പ്ലാനിങ് ഉണ്ടാകണം. ആർക്കും വെറുതെ ഓർമ്മാകൂല. അങ്ങ് വിദേശത്ത് കിടക്കുന്ന നമ്മുടെ സുഹൃത്തിനെ ഒരു വാട്സപ്പിൽ ഒരു വോയിസ് അയക്കാൻ പ്ലാൻ ചെയ്തവനക്കേ പടച്ചോൻ തൗഫീഖ് കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? കുടുംബക്കാരൊക്കെ ഇങ്ങനെ കറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നെയ്യത്തുള്ളവനിക്ക് അത് പറ്റുള്ളൂ. അപ്പൊ ഈ പറയപ്പെട്ട നന്മകളായി പഠിപ്പിക്കപ്പെട്ടതെല്ലാത്തിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. അതിൽ എത്ര കണ്ട് ഇപ്പോൾ എന്റെ കൈകളിൽ ഉണ്ടെന്നൊന്ന് മൂല്യനിർണ്ണയം നടത്തുക. എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ കൃത്യമായി കൊണ്ട് പഠിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. സാമ്പത്തിക രംഗത്തെ ഇടപാട് നല്ലോണം സൂക്ഷിക്കണം. ഓരോ ദിവസത്തെ ഇടപാടും ശ്രദ്ധിച്ചേ പറ്റും. ഓരോ ദിവസവും നമ്മൾ വരവ് ചെലവുകളൊക്കെ എഴുതി സൂക്ഷിച്ച് കടക്കമുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അതൊക്കെ ആ നിലയ്ക്ക് തന്നെ പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടേ പെട്ടെന്നാണ് വിടവാങ്ങിക്കഴിഞ്ഞാലും രേഖകൾ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് പലപ്പോഴും എത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ? നാളെയാകാമെന്ന ഏതായാലും ഇന്ന് കഴിഞ്ഞില്ലേ? ഇത് കേൾക്കുമ്പോൾ ചില ആളുടെ മനസ്സെന്താണ് അറിയോ? ഇന്നിപ്പോ ഏതായാലും ലോഹർ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജുമേന്റെ സമയം ആയിട്ടുള്ളൂ, നാളെ ഒന്ന് തുടങ്ങാനാണ്. നാളെ ഉണ്ടാവുന്ന ആരാ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇപ്പൊ തീരുമാനിക്കാൻ കഴിയണം, ഈ ഇരിപ്പിൽ തീരുമാനിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അടുത്ത നിമിഷം മുതൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന പറയാനുള്ളത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി മനോഹരമായി കൊണ്ട് പറഞ്ഞു, നാളെയാകാം എന്നതിനെ നീ സൂക്ഷിക്കണമെന്ന്. നീ എന്ന് പറഞ്ഞ ഇന്നാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്നാണ്. നാളെ എന്റെ അക്കൗണ്ടിൽ ഇല്ലാന്ന് എനിക്ക് കരുതണമെന്നാണ്. നാളത്തെ പുരി ഞങ്ങൾക്ക് ഇല്ലാന്ന് കരുതിക്കോന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ള സമയത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.